നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിൾ ക്ലാസ് റൂം എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതും എങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളതുമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ ക്ലാസ് റൂം സെലക്ട് ചെയ്യുക. ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ഇമെയിൽ ID നിർബന്ധമാണ്. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ മൊബൈലിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമെയിൽ ഉപയോഗിച്ചിട്ടാണ് കയറണമെങ്കിൽ നമുക്കിവിടെ ആ ഇമെയിൽ സെലക്ട് ചെയ്യാം. അല്ല എങ്കിൽ ആഡ് അക്കൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ന്യൂ അക്കൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി ഒരു ഉപയോഗിക്കുന്ന മെയിൽ ID ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ക്രിയേറ്റ് ഓർ ജോയിൻ യുവർ ഫസ്റ്റ് ക്ലാസ് എന്നാണ് കാണിക്കുന്നത്. ആദ്യമായി ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്ലാസ് റൂം ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ നമ്മൾ ജോയിൻ ക്ലാസ് എന്നാണ് കൊടുക്കേണ്ടത്. ജോയിൻ ക്ലാസ്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്ലാസ് കോഡ് ടൈപ്പ് ചെയ്യാനായിരിക്കും കാണിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് നൽകിയിരിക്കുന്ന ക്ലാസ് കോഡ് ടൈപ്പ് ചെയ്ത് ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ക്ലാസ് കോഡ് ടൈപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ ക്ലാസ് കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക. മുകളിലായിട്ട് ജോയിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ് റൂമുകളിലേക്ക് നമുക്ക് ജോയിൻ ആവുന്നതാണ്. അപ്പോൾ ക്ലാസ് 9 എന്നുള്ള ഒരു ക്ലാസ് റൂമിലാണ് നമ്മളെ ജോയിൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് നമുക്ക് ടീച്ചേഴ്സ് തന്നതെങ്കിൽ നമ്മൾ ആ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്ലാസ് 9 എന്നുള്ള ക്ലാസ് റൂമിലേക്ക് നമ്മൾ ജോയിൻ ആയത് കാണാൻ സാധിക്കും. അതുപോലെ അതിൽ ടീച്ചർ ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ മെസ്സേജുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനെന്തെങ്കിലും റീപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടീച്ചർ ഹായ് എന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം താഴെയായിട്ട് ആഡ് ക്ലാസ് കമൻറ്റ് എന്നുള്ളതിൽ നമുക്ക് ഗുഡ് മോർണിംഗ് എന്നിതുപോലെ കൊടുക്കാവുന്നതാണ്. എന്നിട്ടിവിടെ തൊട്ടടുത്തുള്ള ആരോ മാർക്കിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഗുഡ് മോർണിംഗ് എന്നുള്ള മെസ്സേജ് ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഇതുപോലെ സെൻഡ് ആയിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് ക്ലാസ് വർക്ക് ടീച്ചേഴ്സ് തന്നിട്ടുണ്ട് എങ്കിൽ ആ ക്ലാസ് വർക്ക് നമുക്കെങ്ങനെ നോക്കാം. അപ്പോൾ ക്ലാസ് വർക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഏതെങ്കിലും ക്ലാസ് വർക്കുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ വരുന്നതായിരിക്കും. ഇപ്പോൾ ടീച്ചേഴ്സ് ഒരു വർക്കും തരാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കാണുന്നത്. അതുപോലെ പ്യൂപ്പിൾസ്, ഏതൊക്കെ ടീച്ചേഴ്സ് ഇതിലുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റുഡൻസ് ഈ ക്ലാസ്സിലുണ്ട് എന്നുള്ളത് നമുക്ക് പ്യൂപ്പിൾ എന്നുള്ള ഓപ്ഷനിൽ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പോൾ ക്ലാസ് വർക്ക് എന്നുള്ള ഓപ്ഷനിലായിരിക്കും നമുക്ക് എക്സാംസ്, അതുപോലെ അസൈൻമെൻറ്റ്സ്, നമ്മുടെ
ക്ലാസ്സിൽ നിന്ന് തരുന്ന നോട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ് വർക്ക് എന്നുള്ള ഓപ്ഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് എന്തെങ്കിലും മെസ്സേജസ് ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ക്ലാസ്സിലോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ വിത്ത് യുവർ ക്ലാസ് എന്നുള്ളതിൽ ഇതുപോലെ ഷെയർ വിത്ത് യുവർ ക്ലാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ആകുന്നതാണ്. വിൻഡോ ഓപ്പൺ ആകും. അതിൽ ഗുഡ് മോർണിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മുകളിലായിട്ട് സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അറ്റാച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇതിൽ അറ്റാച്ച് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫയലോ നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അറ്റാച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓപ്ഷൻസ് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലുള്ള ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ മെസ്സേജ് ആണെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത്. ഒരു സ്റ്റുഡൻറ്റിന് ഒരു ക്ലാസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജോയിൻ ക്ലാസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷൻ വരും. അതിൽ നമ്മുടെ ക്ലാസ് കോഡ് എൻ്റർ ചെയ്ത് നമുക്ക് ജോയിൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.